ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം. തലാസീമിയ രോഗികൾക്ക് അത്യാവശ്യമായ മരുന്ന് ലഭ്യമല്ലാത്ത കാര്യം നിയമസഭയിൽ ഉന്നയിക്കുമെന്ന് നജീബ് കാന്തപുരം MLA. ലോക തലാസീമിയ ദിനാചരണത്തിന്റെ ഭാഗമായി കേരള ബ്ലഡ് പേഷ്യന്റ്സ് പ്രൊട്ടക്ഷൻ കൗൺസിൽ കോഴിക്കോട് ആസ്റ്റർ മിംസ് ആശുപത്രിയുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ച സ്നേഹക്കൂട് പരിപാടി കണ്ണൂരിൽ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തലാസീമിയ രോഗികൾക്ക് വിദഗ്ധ ഡോക്ടർമാർ കുറിക്കുന്ന കെൽഫർ എന്ന ഗുളിക ഇതുവരെ സർക്കാർ ആശുപത്രികളിൽ ലഭ്യമാക്കിയിട്ടില്ല. തലാസീമിയ രോഗികളുടെ ദുരിതം തുടരുകയാണ്. അസുൻഡ്ര എന്ന ഗുളിക കോഴിക്കോട് മെഡിക്കൽ കോളേജ്, കണ്ണൂർ ജില്ലാ ആശുപത്രി ഉൾപ്പെടെ 1 വർഷത്തോളമായി സ്റ്റോക്കില്ല. ഓരോ ആശുപത്രിയിലും ഓരോ തരം ഗുളിക മാത്രമാണ് അനുവദിച്ചു വരുന്നത്. ഈ ഗുളികയ്ക്ക് ശരീരം പ്രതികരിക്കാത്ത രോഗികൾക്ക് അവർക്ക് അനുയോജ്യമായ മരുന്ന് പുറത്തുനിന്നും ഭീമമായ വില കൊടുത്ത് വാങ്ങേണ്ട അവസ്ഥയാണ് നിലവിൽ. എല്ലാത്തരം മരുന്നുകളും എല്ലാ ചികിത്സാ കേന്ദ്രങ്ങളിലും ലഭ്യമല്ലാത്തതിന്റെ ബുദ്ധിമുട്ട് രോഗികൾ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോഴാണ് MLA ഇക്കാര്യം അറിയിച്ചത്. പക്ഷെ ഞാനിത് ഇത്രയും ഇമ്പോർട്ടന്റ് ആയി കാണുന്നത് ഞാൻ ആ ടൈപ്പ് 1 പ്രമേഹ രോഗിയായ കുട്ടിയെ കണ്ടതിന് ശേഷമാണ്. ഇതൊക്കെ നമുക്ക് ജീവിതാനുഭവങ്ങളാണ്. നമുക്കൊക്കെ ചെയ്യാൻ സാധിക്കുന്നത് എന്താണ്? ഇപ്പോ ഡോക്ടർ പറഞ്ഞു കെൽഫാർ എന്ന് പറയുന്നത് ടാബ്ലറ്റിനെ കുറിച്ച് നിങ്ങൾക്കത് ഫ്രീ ആയിട്ട് കിട്ടാൻ സംവിധാനം ഉണ്ടോ? തലാസീമിയ ബാധിച്ച രോഗികൾക്ക് സർക്കാർ ഫ്രീ കൊടുക്കുന്നു. തീർച്ചയായിട്ടും അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ ഞാൻ ആ ടാബ്ലറ്റ് എങ്കിലും നിങ്ങൾക്ക് ഫ്രീ ആയി കിട്ടാൻ പറ്റുമോ? കാരണം നമുക്ക് ശ്രമിച്ചു നോക്കാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം ഒരാൾ വിചാരിച്ചാൽ മാത്രം നടക്കാത്തത് പലരും ചേർന്ന് വിചാരിച്ചതാണ്. ബ്ലഡ് പേഷ്യന്റ്സ് പ്രൊട്ടക്ഷൻ കൗൺസിലിൽ രജിസ്റ്റർ ചെയ്ത എല്ലാ രക്തജന്യ രോഗികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ആസ്റ്റർ മിംസ് ആശുപത്രിയിൽ നിന്നും ചികിത്സാ ഇളവ് അനുവദിച്ചുകൊണ്ടുള്ള കരാർ പത്രത്തിൽ ആശുപത്രി CEO ലുക്മാൻ പൊന്മാടത്തും കൗൺസിൽ സംസ്ഥാന പ്രസിഡന്റ് കരീം കാരശ്ശേരിയും പരിപാടിയുടെ ഭാഗമായി ഒപ്പുവെച്ചു. മുതിർന്ന കുട്ടികൾക്ക് ഇറ്റലി പോലെയുള്ള രാജ്യങ്ങളിൽ ആരംഭിച്ച ജീൻ എഡിറ്റിംഗ് ഇന്ത്യയിൽ ഉടനെ തുടങ്ങാൻ നടപടിയെടുക്കണമെന്ന് കഴിഞ്ഞ വർഷം സംഘടന കേരള മുഖ്യമന്ത്രി, ആരോഗ്യമന്ത്രി, പ്രധാനമന്ത്രി, കേന്ദ്ര ആരോഗ്യമന്ത്രി എന്നിവർക്ക് നിവേദനം കൊടുത്തിരുന്നു. എന്നാൽ ഇതുവരെ നടപടിയായിട്ടില്ല. BPPCയുടെ എല്ലാ ജില്ലാ കമ്മിറ്റിയും അവരുടെ MPമാർ മുഖേന വീണ്ടും പ്രധാനമന്ത്രിക്കും കേന്ദ്ര ആരോഗ്യമന്ത്രിക്കും ജീൻ എഡിറ്റിംഗ് ഇന്ത്യയിൽ കൊണ്ടുവരാൻ വേണ്ടി നിവേദനം കൊടുക്കാൻ തീരുമാനിച്ചു. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ.